ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് പ്രിയ. ഗോൾഡൻ ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. പാൽക്കോവ. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനം മാത്രം വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതിനോടൊപ്പം തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൺ കൂടി വരും, അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വേഗം പോയിട്ട് റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇപ്പൊ നമ്മുടെ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവില് നമുക്ക് നെയ്യ് ചേർത്തിട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾ എന്തോരം മൈദയാണോ എടുക്കുന്നത് അതിന്റെ പാതി അളവിൽ വേണം നമ്മുടെ നെയ്യ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവില് മൈദ ചേർത്തിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പൊ കണ്ടില്ലേ, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറെ നേരം കൂടി ഇതൊന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. ഇതൊന്ന് ലൂസായിട്ട് വരും. ആ ഒരു സമയത്ത് വേണം നമുക്ക് പഞ്ചസാര ചേർക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഫ്ലെയിം കൂട്ടിയിടാൻ വേണ്ടിയിട്ട് പാടില്ല. ഇപ്പൊ നമ്മുടെ മൈദ വന്നിട്ട് നന്നായിട്ടൊന്ന് ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതൊന്ന് തണുത്തിട്ട് വരട്ടെ. തണുത്തതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്തിട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്തിട്ട് കൊടുക്കണം. നമ്മൾ മൈദ എന്തോരാണോ എടുത്ത് അത്രയും വേണം പഞ്ചസാര എടുക്കാൻ. ഞാനിപ്പോ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പൊടിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്തിട്ട് കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പൊ കുറച്ചൊന്ന് കട്ട പിടിച്ച പോലെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഇത് വീണ്ടും അതുപോലെ തന്നെ മെൽറ്റ് ആയിട്ട് വരും. ഞാനിപ്പോ ഒരു ചെറിയ എമൗണ്ടിൽ മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തോരം വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇതിന്റെ അളവൊന്ന് കൂട്ടി കൊടുത്തേക്കണം. ഇപ്പൊ കണ്ടില്ല, പഞ്ചസാര ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇതിന് ഒരു ഡോ പോലെ നമുക്ക് കിട്ടണം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് ഡോ ആയിട്ട് ഒന്നിച്ച് കിട്ടുന്നത് ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇളം ചൂടുള്ള സമയത്ത് മാത്രം നിങ്ങൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഒരു 1/4 ടീസ്പൂൺ അളവില് ഏലക്കാപ്പൊടിയാണ്. ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഒരു മോൾഡിലേക്ക് മാറ്റാം. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ ഒരു ചെറിയ മോൾഡ് എടുത്തിട്ടുണ്ട് ചതുരത്തിലുള്ളത്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ചൊന്ന് നെയ്യ് തടവി കൊടുക്കാം. നിങ്ങൾ എന്തോരം പാൽഗോവയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം പാത്രത്തിന്റെ വലുപ്പം നിങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് പരന്ന പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാൽഗോവയ്ക്ക് കട്ടി കിട്ടത്തില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൽഗോവ വന്നിട്ട് നമുക്ക് ഈ ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ എല്ലാ സൈഡിലേക്കും ഒന്ന് ഒരേപോലെ നിരത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ ഒരേ കട്ടിക്ക് നമുക്ക് കിട്ടും. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ ഫുള്ളായിട്ട് വെച്ചു. ഒരേപോലെ ഒരേ കട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, നമ്മളിപ്പോ 1/2 കപ്പ് മാവിനുള്ളത് ചെയ്തപ്പോ ഇത്രയും ചെറിയ പാത്രത്തിൽ ഒരു ഏകദേശം ഇത്രേ വന്നിട്ടുള്ളൂ. അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ പാത്രം തീരുമാനിക്കാൻ. ഇനി നമുക്ക് ഇതിന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പൊ കണ്ടില്ല, 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി എടുക്കാം. ഇതിന്റെ സൈഡ് ഞാൻ പയ്യെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് കമത്താം. കണ്ടില്ല, നന്നായിട്ട് സെറ്റായി ആ പാത്രത്തിന്റെ ഷേപ്പിന്. ഇനി നമുക്ക് ഇനി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. കണ്ടിട്ട് നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി മറക്കരുത്.
അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.